ട്വിസ്റ്റുകൾ എന്നും ജിത്തു ജോസഫിന് ഒരു വീക്ക്നെസ് ആണ്. മാക്സിമം ട്വിസ്റ്റുകൾ ഉൾപ്പെടുത്തി പ്രേക്ഷകരെ ഷോക്ക് അടിപ്പിക്കുക എന്ന ആത്മാർത്ഥമായ ഒരു ആഗ്രഹം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അപർണ ബാലമുരളി, ആസിഫ് അലി കൂട്ടുകെട്ടിൽ വന്ന മിറാഷിലും ജിത്തു ജോസഫ് ഈ ആത്മാർത്ഥ ശ്രമം ഉപേക്ഷിച്ചില്ല. പകരം ഒരു പൊടിക്ക് കൂടിയില്ലേ എന്നൊരു സംശയം. മിറാഷ് എന്ന സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. ഈ സിനിമയുടെ ഒരു പ്രത്യേകത ഇതിലെ കഥാപാത്രങ്ങളെ, അവരുടെ സീക്രട്സിനെ, അതിലൂടെ ഉണ്ടാകുന്ന ട്വിസ്റ്റുകളെ ആരും പ്രെഡിക്റ്റ് ചെയ്യരുത്, ഇതൊക്കെ ഷോക്കിംഗ് ആയിരിക്കണം പ്രേക്ഷകർക്ക് എന്ന് വിചാരിക്കുമ്പോഴും അതേ എഴുത്തുകാരൻ അല്ലെങ്കിൽ സംവിധായകൻ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെയായി ഇങ്ങനെ തൂവി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സംഭവം സിനിമ നല്ല എൻഗേജിംഗ് ആണ്, പെർഫോമൻസും കൊള്ളാം. പക്ഷെ നേരത്തെ പറഞ്ഞ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ പറയുന്ന ട്വിസ്റ്റുകളൊന്നും ഒട്ടും ഷോക്കിംഗ് ആകുന്നില്ല. ഉദാഹരണത്തിന് സിനിമ കണ്ടവർക്കറിയാം നായികയുടെ കൂട്ടുകാരിയുടെ കഥാപാത്രം. ഇവൾ ആളത്ര ജെനുവീൻ അല്ല, എന്തോ മറയ്ക്കുന്നുണ്ട് എന്നൊരു വൈബ് സിനിമ ആദ്യം തന്നെ ഇട്ടുതരുന്നുണ്ട്. അത് കഴിഞ്ഞ് അവളെക്കുറിച്ച് ആ പോലീസുകാരൻ റിവീൽ ചെയ്യുമ്പോൾ അവർ ഞെട്ടുമെങ്കിലും നമ്മൾക്ക് വലിയ ഞെട്ടൽ തോന്നില്ല. അതുപോലെ തന്നെ ഹക്കീം ഷായുടെ കഥാപാത്രം. ഹക്കീം ഷാ അങ്ങനെ വെറുതെ വന്ന് തട്ടിപ്പോകേണ്ടവനല്ല എന്ന് നമുക്ക് ആദ്യമേ തന്നെ തോന്നും. അതും പോരാഞ്ഞ് പഴകി ആളെ മനസ്സിലാക്കാൻ പറ്റാതായ മൃതദേഹം എന്ന പോയിന്റിൽ തന്നെ ഇവൻ തട്ടിപ്പോയിട്ടില്ല എന്ന ഹിന്റ് കിട്ടും. അവൻ ജീവിച്ചിരിപ്പുണ്ട് എന്നത് വലിയ ഷോക്കിംഗ് സംഭവമായാണ് സിനിമയിൽ കാണിക്കുന്നത്. പക്ഷേ ഈ കാരണങ്ങൾ കൊണ്ട് പ്രേക്ഷകർക്ക് അതത്ര ഷോക്കിംഗ് ആയി തോന്നില്ല. പിന്നെയുള്ളത് ആസിഫ് അലിയുടെ ഓൺലൈൻ ഇൻവെസ്റ്റിഗേറ്റർ കഥാപാത്രമാണ്. എപ്പോൾ വേണമെങ്കിലും മറുകണ്ഠം ചാടാവുന്ന ഒരു പേഴ്സണാലിറ്റി വൈബൊക്കെ ആ കഥാപാത്രത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും ഒരു നിഷ്കളങ്കൻ പെട്ടെന്ന് റിവീൽഡ് ആകുന്ന ഫീൽ കിട്ടില്ല. ഇനി നായിക അപർണ ബാലമുരളിയാണ്. അപർണ ബാലമുരളി ബോൾഡ് അല്ലാത്ത നൈവായ ഏതെങ്കിലും കഥാപാത്രം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? എന്റെ ഓർമ്മയിലില്ല. എന്നിരുന്നാൽ പോലും കുറച്ച് സമയമെങ്കിലും കുറച്ചെങ്കിലും പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യുന്നത് അപർണയുടെ കഥാപാത്രം തന്നെയാണ്. എന്നാലും വെറും ഒരു പാവത്താനല്ല ഈ കഥാപാത്രം എന്നൊരു ഇൻഡ്യൂഷൻ അവിടെയും കിട്ടും. ഇനി സിനിമയുടെ കഥയിലേക്ക് വരാം. ഈ ട്വിസ്റ്റുകൾ ഇങ്ങനെ നിരനിരയായി വരുന്നത് കൊണ്ട് ഇത് ലോജിക്കലായി എല്ലാം ലൂപ്പ് ഹോൾസും അടച്ചു തന്നെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്നും ചിന്തിക്കാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടില്ല. ആകെ ഒരു പുകമയമാണ്, ഏതാണ്ട് നോളൻ സിനിമയൊക്കെ പോലെ. അതുകൊണ്ട് അത് പോട്ടെ. അല്ലാതെ നോക്കിയാൽ കഥയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സാമ്പത്തിക തിരിമറി, ഡാറ്റ ചോർത്തൽ, റിവഞ്ച്, അങ്ങനെ എല്ലാം കൂടി കൊള്ളാം. പിന്നെ വില്ലന്മാരെ കണ്ടാൽ ഒരമ്മ പറ്റ അളിയന്മാരെ പോലെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു വില്ലനുണ്ട്, ഏത് നേരവും തോക്കും ചൂണ്ടി നായികയുടെ നേരെ സ്റ്റൈലിഷായി നടന്നു വരുന്ന ഡിംപിൾ ഉള്ളൊരു കൊടൂര വില്ലൻ. സംഭവം ആദ്യമൊക്കെ ടെററായി തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ മൂപ്പരുടെ ഈ തോക്ക് ചൂണ്ടൽ റെപ്യൂട്ടേഷൻ കോമഡി ആകുന്നുണ്ടായിരുന്നു. ആസിഫ് അലിക്ക് നിഷ്കളങ്കന്റെ വേഷവും ഫ്രോഡിന്റെ വേഷവും, നിഷ്കളങ്കത അഭിനയിക്കുന്ന ഫ്രോഡിന്റെ വേഷവും, ഫ്രോഡത്വം തോന്നുന്ന എന്നാൽ നിഷ്കളങ്കനായവന്റെ വേഷവും ഒക്കെ അടിപൊളിയായി ചേരും. ആകെയുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ മൂപ്പർ നിഷ്കളങ്കനായി വന്നാലും ഒരു ഫ്രോഡ് ഉള്ളിലില്ലേ എന്ന് നമ്മൾ ആദ്യമേ സംശയിക്കും എന്നതാണ്. അതേ സിനിമയിൽ ചെറിയ പാരിയാകുന്നുണ്ട്. എന്നാലും നിഷ്കളങ്കനായി മൂപ്പർ തകർത്തഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സിനിമയെ കുറിച്ച് മൊത്തത്തിലുള്ള എന്റെ അഭിപ്രായം കണ്ടിരിക്കാനൊക്കെ കൊള്ളാം, എൻഗേജിംഗ് ആണ്, നല്ല പെർഫോമൻസ് ആണ്. പക്ഷെ ട്വിസ്റ്റുകൾ കുറച്ചധികം ഉണ്ടെങ്കിലും ഒന്നും അത്ര ഷോക്കിംഗ് ആയി തോന്നാത്തൊരു മേക്കിംഗ് ആയി പോയി എന്നത് ഒരു നെഗറ്റീവാണ്. അപ്പൊ എന്താണ് മിറാഷ് എന്ന ഈ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.